10ാം വയസ്സിലേക്ക് ഇറങ്ങുന്ന ജനം ടിവിക്ക് എല്ലാ ആശംസകളും ഭാവുകങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. ശക്തമായിട്ട് വളർന്ന് കേരളത്തില് 1ാം സ്ഥാനത്ത് തന്നെ ജനം ടി വി എത്തിച്ചേരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്റ്റാഫിനും സംഘാടകർക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അതിലുപരിയായിട്ട് കേരളത്തിന്റെ ടി വി ചരിത്രത്തിലെ ജനം ടി വിക്ക് മുമ്പും പിമ്പും എന്നാണ് കാലം അടയാളപ്പെടുത്താൻ പോകുന്നത്. കാരണം ജനം ടി വിയുടെ വരവിന് ശേഷമാണ് കേരളത്തിലെ ഒരു എക്കോ സിസ്റ്റത്തിന് മാറ്റം വന്നത്. ജനം ടി വി വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ്, ഇടത് വലത് ജിഹാദി ഒരു എക്കോ സിസ്റ്റം, കുറെ കാര്യങ്ങൾ മാച്ച് ഫിക്സിങ് നടത്തും. അത് മാത്രം മീഡിയകൾ പറയും. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ആരും പറയാൻ പാടില്ല, അതിന് ശബ്ദമില്ല, അത് പുറത്തു വരത്തില്ല എന്നുണ്ടായിരുന്നു. ജനം ടി വി വന്നതിന് ശേഷമാണ് ഈ മാച്ച് ഫിക്സിംഗുകാരുടെ അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ മലയാളികൾ അറിയാൻ തുടങ്ങിയത്. എന്ന് മാത്രമല്ല, ഇത് കേരളമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ തോതിലുള്ള സെഡിഷൻ, ഇത് ഇന്ത്യയുടെ ഭാഗമല്ല, ഇതൊരു സെപ്പറേറ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു സെഡിഷൻ അജണ്ടയാണ് കേരളത്തിലെ ഇതിനു മുമ്പിലുള്ള ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ജനം ടി വി വന്നതിന് ശേഷമാണ് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ ഒരു ഭാഗം മാത്രമേ കേരളമുള്ളൂ, ആ ഒരു കാര്യം കൃത്യമായിട്ട് അടിവരയിട്ട് പറയും. അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടു കൂട്ടർക്ക്, ഇവിടുത്തെ പ്രാക്ടീസിങ് ഹിന്ദുസിനും ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്ത്യാനിക്കും ഒരു ശബ്ദമുണ്ട്. ഈ രണ്ട് കാര്യം എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത്, ജനം ടി വി വരുന്നിടം വരെ ദേശീയവാദി ക്രിസ്ത്യാനികൾക്ക് സംസാരിക്കാൻ ഒരു വേദി ഇല്ലായിരുന്നു കേരളത്തിൽ. ദേശീയവാദി ക്രിസ്ത്യാനിക്ക് ഒരു സൗണ്ട് ഇല്ലായിരുന്നു, അവർക്ക് പറയാനൊരു സ്ഥലമില്ലായിരുന്നു. അല്ലെങ്കിൽ നാഷണൽ ചാനലുകളിലൊക്കെ 2004, 2014 വരേക്കും ക്രിസ്തീയ വേഷം കെട്ടി വന്നുകൊണ്ടിരുന്നവരെല്ലാം പാകിസ്ഥാനെയും ചൈനയും സപ്പോർട്ട് ചെയ്യുകയും രാജ്യദ്രോഹം പ്രസംഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഭാരതമാതാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രഡീഷണൽ ആൾക്കാർക്കും ഈ രാജ്യസ്നേഹികൾക്കും ഒരു ശബ്ദമുണ്ടെന്നും അത് ടി വിയിൽ പറയാൻ സാധിക്കുമെന്നും അതിനൊരിടം നൽകിയത് ഇത്രയും ചാനലുകൾ, പല ഭാഷകളിലെ 10-20 ഭാഷകളിൽ ഇന്ത്യയിൽ ചാനലുകൾ ഉണ്ടായിട്ട് ജനം ടി വിയാണ്. അതിനുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരു പ്രത്യേക രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഞങ്ങളെ ഈ ദേശീയ മുഖ്യധാരയിൽ ഞങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ സാധിച്ചത് കൃത്യമായിട്ട് ജനം ടി വിയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായ പിന്തുണ ജനം ടി വിക്ക് ഞങ്ങൾ നൽകുന്നു, അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ അജണ്ടകൾ, അതായത് ഇതുവരെ ഞങ്ങൾ പറയുന്ന സൗണ്ട് മാത്രം പുറത്തു വന്നാൽ മതി, ബാക്കിയുള്ളതൊന്നും പുറത്തു വരണ്ട. പലരും വീർപ്പിച്ച ബലൂൺ ഒരു കുഞ്ഞു സൂചി കൊണ്ട് ജനം ടി വി കുത്തിപ്പൊട്ടിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. പലരും കൊണ്ടുവന്ന പല അജണ്ടകളും ടൂൾ കിറ്റുകളും ഒക്കെ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ പൊട്ടിച്ചത്, അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയത്. അപ്പൊ അത് ഇനിയും മുന്നേറും. ഇക്കാര്യത്തിൽ ഒരു കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും മറ്റുള്ളവർ മറച്ചു വെക്കുന്ന കാര്യങ്ങളെ കൃത്യമായി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന ദൗത്യം തുടരണം എന്ന് ആവശ്യപ്പെടുന്നു. അതിലെല്ലാ ആശംസകളും അർപ്പിക്കുന്നു. എന്റെ നന്ദിയും പിന്തുണയും രേഖപ്പെടുത്തുന്നു.